നിങ്ങളൊരു ലോക്കപ്പ് ഫാനാണോ? Then let's talk about Shreya. Shreya is actually really funny. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ രാം കപൂറുമായിട്ട് ഫൈറ്റ് ഉണ്ടായി. എന്നിട്ട് ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് ആപ് മുझसे बहुत बड़े हो, आप मेरे फादर की एज के हो എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ജയിലിൻ്റെ അകത്ത് കയറിയതിൻ്റെ ശേഷം യോഗേഷും ആകാംക്ഷയായിട്ട് ഫൈറ്റ്. അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്തായാലും. ബട്ട് എനിവേസ് ആ ഫൈറ്റ് നടന്ന് അത് കഴിഞ്ഞിട്ട് ശ്രേയ ഇസ് ലൈക്ക് ये बच्चों को लेके क्यों आ गए हो तुम लोग, बच्चों को ഷോ पे लेके क्यों आया എന്ന് പറഞ്ഞിട്ട് they are just kids, let's move on എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ യോഗേഷും ആകാംക്ഷയും കുട്ടികളാണ്, അവരും ഈ ഷോയിൽ ഉണ്ടാവാൻ പാടില്ല. അത് കഴിഞ്ഞ് നല്ല പാമുമായിട്ട് അടിയുണ്ടായി. എന്നിട്ട് സൈക്കോ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സൈക്കോ ആൻറ്റി, അവിടെയും ഏജ് ഷേമിങ്. അപ്പോൾ ബേസിക്കലി ഈ പ്രായം കൂടിയ രാം കപൂറും പാമലയും ഇവരൊന്നും ശ്രേയയുടെ ലെവലിലല്ല. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യോഗേഷും ആകാംക്ഷയും അവർ കുട്ടികൾ. അപ്പോൾ പിന്നെ ശ്രേയ ആരുടെ കൂടെ കളിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഈ ഡേഞ്ചർ സോണിലുള്ള എല്ലാവരുടെയും ഒരു ടാസ്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ടാസ്കിൻ്റെ മുമ്പ് ആകാംക്ഷ പോലെ പോയിട്ട് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹഗ് കൊടുക്കാൻ പോകുമ്പോൾ യു വിൽ വിൻ ഇറ്റ്, ഐ നോ യു വിൽ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഷീസ് ലൈക്ക് ഹാ മുझे पता है, ഐ നോ ഐ വിൽ വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടാസ്ക് ചെയ്യാൻ പോകും. ടാസ്കിൻ്റെ ഫസ്റ്റ് തന്നെ ആകാംക്ഷയായിട്ട് ഒബ്വിയസ്ലി ബീഫുണ്ട്. ഒബ്വിയസ്ലി ആകാംക്ഷ കൊണ്ടുപോയിട്ട് ആ ബോൾ ശ്രേയക്ക് കൊടുക്കും. ശ്രേയ ഫസ്റ്റ് തന്നെ ഔട്ടാവും. ഐ വിൽ വിൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി തോറ്റിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അപ്പം തൊട്ട് ബാക്കിയുള്ളവരെ ലൂസേഴ്സ് അവരൊക്കെ അവിടെ സേഫായി നിൽക്കുന്ന ആൾക്കാരാണ്. ശ്രേയയാണ് തോറ്റത്. എന്നിട്ട് ശ്രേയ ബാക്കിയുള്ളവരൊക്കെ ലൂസേഴ്സ് എന്ന് വിളിക്കുക. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, എല്ലാ എപ്പിസോഡിലും ശ്രേയ തന്നെയാണ് ടോപ്പിക്. മേ ബി ദാറ്റ്സ് ഹർ സ്ട്രാറ്റജി. ഇതല്ലാതെ ശ്രേയനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്.